ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം ഉണ്ടോ. ഇന്നത്തോടെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും കേട്ടോ. ഇന്ന് ഞങ്ങൾ ബാഗ ബീച്ചും പിന്നെ വേറെ 1-2 ബീച്ചും കൂടെ പോകാണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. റൂമിൽ നിന്ന് ഞങ്ങൾ ഫ്രഷപ്പായി ഇറങ്ങി നമ്മൾ സെയിം ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് പൂരി ഉണ്ടായിരുന്നു, ദോശ, ഇഡ്ഡലി, പാസ്ത എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോള് പൂരിയും കട്ട് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിൽ ചെറിയ പിണക്കത്തില്ലാണ്ട് മോന് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്ക് പുറത്ത് എവിടെ പോയാലും മോന് ഫുഡ് അങ്ങനെ കഴിക്കില്ല. ഈ ഒരു കാറ് മതി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അതിൻ്റെ ഇടയിൽ മോൻ പോയി ആ ചളിയെല്ലാം കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ ആദ്യം പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പർച്ചേസിങ് എല്ലാം ഉണ്ട് കേട്ടോ. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോകണം. പിന്നെ വേറെ 2 ബീച്ചിൽ വലിയതായിട്ട് പർച്ചേസിങ് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും വലിയതായിട്ട് ഷോപ്പുകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അത് ഈ ഒരു നിറയെ ചെയറുകൾ ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു രാത്രിയാണ് അവിടെ പ്രോഗ്രാം എന്ന് തോന്നുന്നു. പ്രോഗ്രാം നല്ല ഫംഗ്ഷനൊക്കെ, നിറയെ ആളുകളെല്ലാം വന്നിട്ട് നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ നമ്മൾ ടി വിയിലും അതുപോലെ തന്നെ ഫോണിലെല്ലാം കാണുന്ന പോലെ ഇതുപോലെ മദാമ്മമാരൊക്കെ കിടക്കുമ്പോൾ ഇതുപോലെ ഇവിടെ ബീച്ചിലെല്ലാം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കിടക്കില്ല, അതുപോലത്തെ കുറേ ചെയറുകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയറിന് വന്നിട്ട് 2 ചെയറിന് വന്നിട്ട് 100 രൂപയാണ് കേട്ടോ. നമ്മൾ എത്ര ഒരു 15 മിനിറ്റ് അങ്ങനെ എന്തൊക്കെ ഇരുന്ന് വെച്ച് നമ്മൾ 100 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ പേ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് സീറ്റ് ഇങ്ങനെ തൊട്ടടുത്തുള്ളവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 സീറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു. മോന് ചെറിയൊരു പേടിയാണ് കേട്ടോ ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അങ്ങനെ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അവൻ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞാനും മോനും കൂടെ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാറ്റും എല്ലാം കൊണ്ട് ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. നല്ല കാറ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ മോനും ഈ കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറെല്ലാം എടുത്തിട്ട് ഇങ്ങനെ മണലിലെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പർച്ചേസിങ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാനും നൈബറും കൂടെ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ ഈ ഒരു ബക്കറ്റ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം 150 രൂപ, ഇത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ മോനൊരു ബക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾക്ക് ഡ്രസ്സൊക്കെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു മോന്. അപ്പോൾ ഇതിലൊരു ട്രൗസർ വരുന്നുണ്ട് ഗോവ സ്റ്റൈൽ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് മോൻ കുറേ നേരം മണലെല്ലാം വാരി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് മോൻ ഇത് മണലെല്ലാം എടുത്തിട്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്ക കുട്ടികളും ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിലിതുപോലെ മണലും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും. അപ്പോൾ മോനും അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോള് പോയിട്ട് ബീച്ചിൽ ഒരേ കളിയായിരുന്നു കേട്ടോ. ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറേ ഷെല്ലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കക്കൻ്റെ ഇതുപോലത്തെ ഒരുപാട് ഷെല്ലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ പോക്കറ്റിലെല്ലാം ഇട്ടിട്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ എടുത്ത് വെക്കാൻ വേണ്ടി കുറേ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കണ്ട ബീച്ച് ഇങ്ങനെയല്ല കേട്ടോ. നമ്മൾ മദാമ്മമാരൊക്കെ ഇതുപോലെ കുളിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ബീച്ചാണ് കേട്ടോ കണ്ടത്. പക്ഷേ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വേറെ സെക്ഷനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ മോള് കുറേ നേരം ബീച്ചിൽ കളിച്ചപ്പോൾ മോൾക്ക് ജെല്ലി ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് പോകണേ. പോകുന്ന വഴിക്ക് ഇത് ഒരു പശു വന്നിട്ട് ഞങ്ങൾ മാംഗോവും അതുപോലെ തണ്ണിമത്തനും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് സ്നാക്സ് അല്ല ഇവിടെ ഗോവയിൽ ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ മിക്ക കടകളിലും ഇതുപോലെ കശുവണ്ടി ഇതുപോലെ കവറിൽ ഇതുപോലെ വലിയ വലിയ കവറിൽ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. 1000 അല്ല 10,000 അങ്ങനെയൊക്കെ ഉണ്ടോ, ഇത് 12,000 അങ്ങനെയൊക്കെ ഉണ്ടോ റേറ്റ് കണ്ടത്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെട്ടി ചോക്ലേറ്റിന് വന്നിട്ട് 380 ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ 300 രൂപയ്ക്ക് പറഞ്ഞപ്പോൾ ആൾ 300 രൂപയ്ക്ക് എനിക്ക് തന്നു. പക്ഷേ ഞങ്ങളുടെ തൊട്ട് നിൽക്കുന്ന ഒരാൾ 250 രൂപയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ. എന്നിട്ട് എനിക്ക് 250 രൂപയ്ക്ക് ആൾ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പറ്റിക്കുകയുണ്ട് സത്യത്തിൽ ഇവർ. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ മോൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. മോളുടെ ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും എടുക്കുക, ഗോവ സ്റ്റൈൽ ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ എനിക്കതങ്ങനെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഐ ലവ് ഗോവ ഉണ്ട്. പിന്നെ ഈ ഒരു പാൻറ്റ് എടുത്തു. പക്ഷേ അത് കളർ പോകുമ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ സിമ്പിളായിട്ട് ഈ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇക്കാക്ക് കുറച്ച് ഷർട്ടുകൾ നോക്കി. ഇതൊക്കെ വന്നിട്ട് 200 രൂപയാണ് കേട്ടോ ഈ ഒരു ഷർട്ടൊക്കെ വരുന്നത്. നല്ല ഗോവ സ്റ്റൈൽ നല്ല രസമുണ്ടായിരുന്നു, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഷർട്ട് ഇത് ഇങ്ങനത്തെ കേട്ടോ എടുത്തത്. പിന്നെ ഇക്ക വേറെ 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വണ്ടി വയ്ക്കാൻ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോളും കൂടെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിന് വേറെ ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അകത്ത് കയറിയ നല്ല റേറ്റ് ഉണ്ട്. എല്ലാ സാധനവും തൊട്ടാ പൊള്ളുന്ന വില എന്ന് പറയില്ല, അതുപോലെയാണ്. ഈ ഒരു ബാഗിനൊക്കെ 1000 അങ്ങനെ എന്തൊക്കെയോ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല. പിന്നെ മോൾക്കൊരു പേന വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേന നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ വാച്ച് വേണം പറഞ്ഞു. എല്ലാ സാധനങ്ങളും മിക്ക ഷോപ്പുകളിലും കയറി ഇറങ്ങി. പക്ഷേ വലിയ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോൾക്കൊരു പേന വേണം പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഇതിന് വന്നിട്ട് 150 രൂപയാണ്. പിന്നെ 2 ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രേസ്ലെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5-6 കടകളെങ്കിലും, 5-6 അതിൽ കൂടുതൽ കടകളെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. ഈ തുണിയുടെ പോലത്തെ ഈ നൂലിൻ്റെ പോലത്തെ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കുഞ്ഞൊരു പേഴ്സിനാണ്
100 രൂപ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബാഗ് വന്നിട്ട് ഞാൻ ഒരു 5-6 കടകൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 200, 150 തന്നെയാണ്, അതിൻ്റെ താഴെ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ 150 രൂപ കൊടുത്ത് ഒരെണ്ണം വാങ്ങിച്ചു. പക്ഷെ വണ്ടി കയറുമ്പോഴേക്കും അത് അങ്ങനെ കീറിപ്പോയി, ക്വാളിറ്റിയേ ഇല്ലാത്ത ബാഗായിരുന്നു. അങ്ങനെ ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. മീൽസും ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ മീൽസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചുവിട്ട് ഇനി നേരെ നാട്ടിലേക്ക് പോവുകയാണ്. പിന്നെ 2 ബീച്ചുള്ളത് ഞങ്ങൾ പോയില്ല കേട്ടോ, കാരണം അതിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ പോയ ബീച്ച് പോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയതായിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല റേറ്റ് ഉള്ളത് കാരണം പിന്നെ ആർക്കും ഒന്നിനും പോകാനും വേണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ആ 2 ബീച്ച് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കൈരളി പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. മലയാളികളുടെ ആണോ എന്ന് അറിയില്ല, അവിടെ കൈരളി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മോനാണെങ്കിൽ വണ്ടിയിൽ ഇത് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഇറങ്ങിയിട്ട് നല്ല ഡാൻസ് എല്ലാം കളിക്കുകയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. മന്തിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി പാക്കേജ് കഴിഞ്ഞു എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി മന്തിയായിരുന്നേ. പക്ഷേ 10 മണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് കുട്ടികൾക്കൊന്നും വിശപ്പേ ഉണ്ടായിരുന്നില്ല കേട്ടോ. മോള് ആദ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ കഴിച്ചില്ല. എനിക്ക് വേണ്ട, വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു. 10 മണിയെല്ലാം കഴിഞ്ഞത് തന്നെ ഉറക്കത്തിലേതുകൊണ്ട് കുട്ടികളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐസ്ക്രീം എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാമേ. ടാറ്റാ ബൈ ബൈ, സി യു.